അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു വാചകത്തിൽ ഇപ്രകാരം കാണാം: മാ അമില ആദമിയുൻ അമലൻ ഖത്തു അൻജാ ലഹു മിൻ അദാബില്ലാഹ് മിൻ ദിക്രില്ലാഹ്. മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവൻ ഏറ്റവും രക്ഷപ്പെടുത്തുന്ന കർമ്മങ്ങൾ ദിക്റുല്ലാ, അള്ളാഹുവിനെ സ്മരിക്കുക എന്ന കർമ്മത്തെക്കാൾ മറ്റൊന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഏറ്റവും മഹത്തരമായ ഇബാദത്താണ്, കർമ്മമാണ് അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഒരുപാട് ശ്രേഷ്ഠതകൾ ദിക്റുള്ളക്കുണ്ട്. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിക്റുള്ളയുടെ ശ്രേഷ്ഠതകൾ ധാരാളം പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലും നമ്മൾക്കത് കാണാം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അള്ളാഹുവിനെ സ്മരിക്കുന്നതിനുള്ള 100-ൽ കൂടുതൽ നേട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ കിതാബുകളിൽ കൊണ്ടുവന്നത് കാണാം. വളരെ ലളിതമായി ചെയ്യാൻ സാധിക്കുന്നതും ഏറെ പ്രതിഫലം നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതുമായ, എന്നാൽ നമ്മളൊക്കെ പല ദിക്റുകളുടെയും പ്രത്യേകം ശ്രേഷ്ഠതകൾ മനസ്സിലാക്കിയിട്ടും നമ്മൾ അശ്രദ്ധ കൊണ്ട് നമ്മൾ അത് നഷ്ടപ്പെടുത്തുന്നു, പലരും നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളൊരു ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടാകും: അല ഉനബ്ബിഉകും ബിഖൈരി അമാലിക്കും വഅസ്കാഹ ഇൻദ മലീകിക്കും വഅർഫഇഹാ ഫീ ദറജാതിക്കും വഖൈറുൽ ലക്കും മിൻ ഇൻഫാഖിൽ ദഹബി വൽ വരിഖ് വഖൈറുൽ ലക്കും മിൻ അൻ തൽഖൗ അദുവക്കും ഫതദ്രിബു അഅനാഖഹും വയദ്രിബു അഅനാഖക്കും. എത്ര കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? കർമ്മങ്ങളിൽ ഏറ്റവും ഖൈറായ മഹത്തരമായ കർമ്മം, രാജാവായ അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും ശുദ്ധമായ, ദറജകൾ വർദ്ധിപ്പിച്ചു തരുന്ന, നാളെ സ്വർഗത്തിൽ നമ്മുടെ പദവികൾ ഉയർത്തിത്തരുന്ന, സ്വർണവും വെള്ളിയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനേക്കാൾ ഖൈറായ, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശത്രുവിൻ്റെ മുന്നിൽ പോയി യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു കർമ്മം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചോദ്യം ചോദിച്ചപ്പോൾ സഹാബത്ത് പറഞ്ഞു ബല, അതെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് ദിക്റുല്ലാ, അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ള ഇബാദത്താണ്. ധാരാളം ശ്രേഷ്ഠതകളുണ്ട് അള്ളാഹുവിനെ ഓർക്കുന്നതിന്. അള്ളാഹുവിനെ ഓർക്കുന്നതിന് പ്രധാനമായും പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അതിന് 3 മർത്തബകളുണ്ട്. ഏറ്റവും ഉയർന്ന മർത്തബ എന്ന് പറഞ്ഞാൽ ദിക്റുൽ ഖൽബി വൽ ലിസാനി മഅൻ, നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും ഒരുമിച്ച് അള്ളാഹുവിനെ ഓർക്കുക. നാവ് കൊണ്ട് പറയുമ്പോൾ ഹൃദയ സാന്നിധ്യത്തോടു കൂടി അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളതാണ് ദിക്റുള്ളയുടെ മർത്തബയിൽ ഏറ്റവും ഉയർന്ന മർത്തബ. അതേപോലെ തന്നെ ദിക്റുല്ലാഹി ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് മാത്രം അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ തൊട്ടുതാഴെയുള്ള മർത്തബ. 3-ാമത്തെ മർത്തബ ദിക്റുൽ ലിസാൻ, ദിക്റുല്ലാഹി ബിൽ ലിസാൻ, നാവ് കൊണ്ട് മാത്രം, ഹൃദയത്തിൻ്റെ സാന്നിധ്യമില്ലാതെ നാവ് കൊണ്ട് ഇങ്ങനെ അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് 3-ാമത്തെ ഏറ്റവും അടിത്തട്ടിലുള്ള മർത്തബയാണ്. ഇങ്ങനെയൊക്കെ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ധാരാളം ശ്രേഷ്ഠതകൾ ദിക്റുള്ളക്ക് വന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലുമൊക്കെ. പക്ഷേ നമ്മൾക്ക് അശ്രദ്ധ കൊണ്ടാണ് പലപ്പോഴും നമ്മൾക്കറിയാവുന്ന അദ്കാറുകൾ പോലും
നമ്മൾ അത് ചൊല്ലാതെ നഷ്ടപ്പെടുത്തുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, അദ്ദിക്റു ഹുവ ബാബുല്ലാഹിൽ അഅ്ദം അൽ മഫ്തൂഹ് ബൈനഹു വബൈന അബ്ദിഹി മാ ലം യുഗ്ലിഖുൽ അബ്ദു ബിഗഫ്ലതിഹി. ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ മഹത്തരമായ ഒരു വാതിലാണ്. ഒരടിമയും അള്ളാഹും അവനുമിടയിൽ, അടിമക്കും അള്ളാഹുവിനുമിടയിൽ തുറന്നു വെക്കപ്പെട്ടൊരു വലിയ മഹത്തരമായൊരു വാതിലാണ് ദിക്റുല്ലാഹ്. മാ ലം യുഗ്ലിഖുൽ അബ്ദു ബിഗഫ്ലതിഹി. ഒരടിമ അവൻ്റെ അശ്രദ്ധ കൊണ്ട് അത് അടക്കുന്നത് വരെ. ആ വാതിൽ എപ്പോഴാണ് അടയുക? അശ്രദ്ധ കൊണ്ട് ഗഫ്ലത്തിൽ അവൻ അടക്കുന്നത് വരെയും അത് തുറക്കപ്പെട്ട അവസ്ഥയിലാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, സബഖൽ മുഫർരിദൂൻ, മുഫർരിദുകൾ മുൻകടന്നിരിക്കുന്നു. സഹാബത്ത് ചോദിച്ചു, അമൽ മുഫർരിദൂൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദാകിറൂന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകളും പുരുഷന്മാരുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ. സത്യവിശ്വാസികൾ, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണമെന്നല്ല ഇവിടെ പറഞ്ഞത്, ധാരാളമായി ഒരുപാട് അള്ളാഹുവിനെ ഓർക്കണം എന്ന് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം അള്ളാഹു തആല പറഞ്ഞു. അതുപോലെ തന്നെ അള്ളാഹു തആല സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ള, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കുന്ന ആളുകളുടെ പല വിശേഷണങ്ങളും എടുത്തു പറഞ്ഞെടുത്ത് അവസാനം അള്ളാഹ് പറഞ്ഞു, വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമ, അവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്, വമ്പിച്ച പ്രതിഫലം അഥവാ സ്വർഗം അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത് കാണാം. ഇവിടെ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന ആളുകൾ എന്നെടുത്തു പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കാൻ നമ്മൾക്ക് സാധിക്കണം. നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്നു എന്നുള്ളത്. നമ്മൾക്ക് അള്ളാഹുവിനുള്ള ഇഷ്ടം എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അളവുകോലാണ് റബ്ബിനെ നമ്മൾ എത്രത്തോളം ഓർക്കുന്നുണ്ട് എന്നുള്ള വിഷയം. നമ്മൾ ഏതൊരു കാര്യത്തെ ഇഷ്ടപ്പെട്ടാലും ഏതൊരാളെ ഇഷ്ടപ്പെട്ടാലും അവരെ കൂടുതൽ സ്മരിക്കും. മൻ അഹബ്ബ ശൈഅൻ അക്സറ മിൻ ദിക്രി, എന്തെങ്കിലും ഒരു കാര്യത്തെ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവനെ കൂടുതലായി ഓർക്കും. നമുക്ക് നമ്മുടെ മക്കളെ ഇഷ്ടമാണെങ്കിൽ, ഉമ്മയെ ഇഷ്ടമാണെങ്കിൽ, ഭാര്യയെ ഇഷ്ടമാണെങ്കിൽ അവരെ നമ്മൾ ധാരാളമായി ഓർക്കും. എന്നതുപോലെ അള്ളാഹുവിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ ധാരാളമായി നമ്മൾ സ്മരിക്കണം. ഇത് അദ്കാറിൻ്റെ, അള്ളാഹുവിനെ സ്മരിക്കുന്നതിൻ്റെ ചില ശ്രേഷ്ഠതകൾ ഇവിടെ പറഞ്ഞതാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, മുലാസമതു ദിക്രില്ലാഹി ദായിമൻ, എല്ലാ സമയത്തും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക എന്നുള്ളത്, ഹുവ അഫ്ളലു മാ ശഗലൽ അബ്ദു ബിഹി നഫ്സഹു ഫിൽ ജുംല, മൊത്തത്തിൽ ഒരടിമ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠതയുള്ള, അവൻ്റെ നഫ്സിനെ ശുഗലാക്കുന്ന കാര്യങ്ങളിൽ മൊത്തത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു കാര്യം അതാണ്. എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കുക, അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത്. ഇവിടെ നമ്മൾ തിരുത്തപ്പെടേണ്ട ഒരു ധാരണയുണ്ട്. അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ, ഇങ്ങനെയുള്ള അദ്കാറുകൾ ചൊല്ലുക എന്നുള്ളതിൽ മാത്രം നമ്മൾ പരിമിതപ്പെടുത്തരുത്. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുക, അള്ളാഹുവിൻ്റെ കലാം പാരായണം ചെയ്യുക, അള്ളാഹുവിൻ്റെ ദീൻ ദഅവ, അതൊക്കെ എന്താണ്? അള്ളാഹുവിനെ സ്മരിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാഹ്, മഹാനായ താബിഈൻ, അദ്ദേഹം പറഞ്ഞത് കാണാം, മജ്ലിസുൻ യതഅല്ലമു ഫീഹിൽ അബ്ദുൽ ഹലാല വൽ ഹറാമ മിൻ ദിക്രില്ലാഹ്, അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങൾ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരടിമ പഠിക്കുന്ന സദസ്സ് അത് ദിക്റുള്ളയാണ്. അള്ളാഹുവിൻ്റെ ദീൻ ചർച്ച ചെയ്യുന്ന സദസ്സ് ദിക്റുള്ളയാണ്, അള്ളാഹുവിനെ സ്മരിക്കുന്ന ഇതിൽപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങൾ അത് നമ്മൾ ജീവിതത്തിലേറെ ശ്രദ്ധിക്കേണ്ട, വളരെ ലളിതമായ, എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന, ഏത് അവസ്ഥയിലും ചെയ്യാൻ സാധിക്കുന്ന, അതാണ് ഒരു കാര്യം. ഏത് അവസ്ഥയിൽ നമുക്ക് അള്ളാഹുവിനെ സ്മരിക്കാം.
നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും ഒക്കെ അള്ളാഹുവിനെ സ്മരിക്കാം. ഇതുപോലെ മറ്റൊരു ഇബാദത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കൂല. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. കിടന്നും ഇരുന്നും നിന്നൊക്കെ നമുക്ക് അള്ളാഹുവിനെ ഓർക്കാം, ഏത് സമയത്തും ഓർക്കാം, ഏത് അവസ്ഥയിലും ഓർക്കാം. ദിക്റുള്ളയുടെ ഒരു പ്രത്യേകത പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. നാളെ മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിലെത്തിയാലും ഈ പറഞ്ഞ ഇബാദത്ത് തുടരും. ദിക്റുള്ള, അള്ളാഹുവിനെ സ്മരിക്കുന്നത് അവസ്ഥ സ്വർഗത്തിലുമുണ്ട്. മറ്റു ഇബാദത്തുകളൊക്കെ സ്വർഗത്തിൽ എന്ത് ചെയ്യും? നലിച്ചു പോകും. പിന്നെ സ്വർഗത്തിലെത്തിയ പിന്നെ നിസ്കാരം, നോമ്പ് പോലെയുള്ള ദിക്റില്ല, അല്ല ഇബാദത്തില്ല. എന്നാൽ ദിക്റുള്ള, അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് സ്വർഗത്തിലുമുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഏറെ ശ്രേഷ്ഠതകളുള്ള ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ള ദിക്റുള്ള. ഇതിൽ പ്രത്യേകം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട 6 ദിക്റുകളുണ്ട്. പണ്ഡിതന്മാരത് എടുത്തു പറഞ്ഞത് കാണാം. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയാണ്. അർബഊന നബവിയുടെ ഷറഹിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്ക്, സിത്തു ജുമലിൻ മിൻ ഖൈരി മാ തൻതിഖു ബിഹി ഫി യൗമിക്. 6 ജുംലകൾ, 6 വാക്യങ്ങൾ, വാചകങ്ങൾ, നീ നിൻ്റെ ദിവസത്തിൽ ചെയ്യുന്ന, ഉച്ചരിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഖൈറായ 6 വാചകങ്ങളുണ്ട്. ഏതൊക്കെയാണത്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, വസല്ലല്ലാഹു അലാ നബീന വസല്ലം. 6 ദിക്റുകൾ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. 6-മത്തേത് സ്വലാത്താണ്, റസൂലിൻ്റെ പേരിലുള്ള സ്വലാത്ത്. ഈ പറഞ്ഞ 6 ജുംലകൾ, സിത്തു ജുമലിൻ ഇഹ്റിസ് അലാ അൻ തുകർറിറഹാ ഫീ യൗമിക് വഅൻ തഖൂലഹാ കസീറാ. നീ നിൻ്റെ ഓരോ ദിവസവും നീ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ഇത് നീ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം, ധാരാളമായി ഇത് ചൊല്ലണം. ഫഇന്നഹാ ഖൈറുൻ ലക ഫിദ്ദുനിയ വൽ ആഖിറ. അത് നിനക്ക് പരലോകത്തും ദുനിയാവിലുമൊക്കെ ഖൈറാൻ എന്ന് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ പറഞ്ഞത് കാണാം. ഇതിൽ ഈ 6-എണ്ണത്തിൽ ഒന്നാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ. അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. സ്വർഗത്തിലെ നിധി, കൻസും മിൻ കുനൂസിൽ ജന്ന എന്ന ഹദീസിൽ പ്രത്യേകം വന്നിട്ടുള്ള ദിക്ർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദിക്ർ ധാരാളമായി ചൊല്ലണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഈ 6 അദ്കാറിനും ഏറെ ശ്രേഷ്ഠതകൾ വേറെ വേറെ വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹും, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിലുള്ള സ്വലാത്തിനും, എന്നതുപോലെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നതിനും പല ശ്രേഷ്ഠതകളും നമ്മൾക്ക് കാണാൻ സാധിക്കും. നമ്മൾക്ക് അത് ചൊല്ലുന്നതിലൂടെ ദുനിയാവിൽ അതുകൊണ്ട് മെച്ചമുണ്ട്, പരലോകത്ത് എന്തായിരുന്നാലും അതിന് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി പറയേണ്ട, ചൊല്ലേണ്ട ദിക്റാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മൾ പഠിക്കുക, നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. ആർക്കും വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ സാധിക്കും, ആർക്കും പെട്ടെന്ന് മനഃപ്പാഠമാക്കാൻ സാധിക്കുന്ന ലളിതമായ ഈ 6 അദ്കാറുകൾ, ഈ പറഞ്ഞിട്ടുള്ള 6 കാര്യങ്ങൾ, അത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലയെക്കുറിച്ചാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അക്സിറു മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിങ്ങൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന വാചകം വർദ്ധിപ്പിക്കണം. ഫഇന്നഹാ കൻസും മിൻ കുനൂസിൽ ജന്ന. അത് സ്വർഗത്തിലെ നിധികളിൽപ്പെട്ടൊരു നിധിയാണ്. സ്വർഗത്തിലെ നിധികളിൽപ്പെട്ടൊരു നിധിയാണ്. എന്താ ഈ നിധിയുടെ പ്രത്യേകത? നിധി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത, അത് ഒരുമിച്ച് കൂട്ടേണ്ട, സമ്പാദിക്കേണ്ട ആവശ്യമില്ലാത്ത പണമാണ്. സമ്പാദിക്കേണ്ട, ഒരുമിച്ച് കൂട്ടേണ്ട ആവശ്യമില്ലാത്ത മാലുൻ മുജ്തമിഉൻ ലാ ഹാജത ഇലൽ ജംഅ. മറ്റു സമ്പത്തൊക്കെ നമുക്ക് ഒരുമിച്ച് കൂട്ടാനും ശേഖരിക്കാനൊക്കെ പരിശ്രമം ആവശ്യമുണ്ട്. എന്നാൽ നിധി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾക്കൊരു അധ്വാനവും ആവശ്യമില്ലാതെ കിട്ടുന്നതാണ് നിധി എന്ന് പറയുന്നത്.
നാളെ പരലോകത്തുള്ളൊരു നിധിയാണ്, സ്വർഗത്തിലുള്ളൊരു നിധിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിനെക്കുറിച്ച് ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞു, വമഅനൽ കൻസ് ഹുന, ഇവിടെ നിധി എന്നത് പറഞ്ഞതിൻ്റെ അർത്ഥം അന്നഹു സവാബുൻ മുദ്ദഖറുൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ സൂക്ഷിച്ചു വെക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രതിഫലമാണ്, സ്വർഗത്തിൽ സൂക്ഷിച്ചു വെക്കപ്പെട്ടിട്ടുള്ള നിധിയാണ്. വഹുവ സവാബുൻ നഫീസുൻ, അത് വളരെ വിലപിടിപ്പുള്ള മൂല്യവത്തായ പ്രതിഫലമാണ്. കമാ അന്നൽ കൻസ അൻഫസു അംവാലിക്കും, സമ്പത്തിൻ്റെ കൂട്ടത്തിൽ നിധി ഏറ്റവും വിലപിടിപ്പുള്ള സമ്പത്തായതുപോലെ നാളെ പരലോകത്ത് കിട്ടാൻ പോകുന്ന പ്രതിഫലങ്ങളിൽ വിലപിടിപ്പുള്ള ഒന്നാണ് സ്വർഗത്തിലെ ഈ പറഞ്ഞിട്ടുള്ള നിധി എന്നുള്ളത്. അപ്പം നോക്ക്, നമ്മൾ എത്രത്തോളം ഇത് ചൊല്ലുന്നുവോ അവിടെ നമ്മൾക്ക് കിട്ടാൻ പോകുന്നത് വമ്പിച്ച പ്രതിഫലമാണ് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ അതിൻ്റെ ശ്രേഷ്ഠതയായി എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അത് വർദ്ധിപ്പിക്കണം. ഇതിൻ്റെ ശ്രേഷ്ഠതകൾ നമ്മൾ എണ്ണുമ്പോൾ അതിലൊന്നതാണ്, അത് വർദ്ധിപ്പിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ദിക്റാണ് ഈ പറഞ്ഞിട്ടുള്ള ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസിയ്യത്തായി അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് കൊടുത്ത വസിയ്യത്തിൽ കാണാം, അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാണ്, വഅമറനി അൻ ഉക്സിറ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എൻ്റെ ഖലീൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. എന്താണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളത് വർദ്ധിപ്പിക്കണം. അത് ചൊല്ലണമെന്നല്ല, വർദ്ധിപ്പിക്കണം, ധാരാളമായി ചൊല്ലണം എന്ന് എൻ്റെ ഖലീൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ഫഇന്നഹുന്ന മിൻ കൻസിൻ തഹ്തൽ അർശ്, അർശിന് ചുവട്ടിലുള്ള ഒരു നിധിയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമുക്ക് റസൂലിൻ്റെ വസിയ്യത്താൻ എന്ത് ധാരാളമായി ഈ പറഞ്ഞിട്ടുള്ള ദിക്ർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ചൊല്ലണം എന്ന കാര്യം, അത് ധാരാളമായി ചൊല്ലണം. ഇബ്നു ബാസ് റഹിമഹുല്ലാ പറഞ്ഞത് കാണാം, ഫയംബഗി അൽ ഇക്താറു മിൻഹാ കുല്ല വഖ്തിൻ ഫിസ് സബാഹി വൽ മസാഇ വഗൈരിഹിമ, നമ്മൾ എല്ലാ സമയത്തും രാവിലെയും വൈകുന്നേരവും എല്ലാ സന്ദർഭങ്ങളിലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ധാരാളമായി ചൊല്ലണം, ധാരാളമായി ചൊല്ലണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, മൻ കസുറത് ഹുമൂമുഹു വഗുമൂമുഹു, ഒരാൾക്ക് ഒരുപാട് മനപ്രയാസമുണ്ട്, ടെൻഷനുണ്ട്, ഫൽയുക്സിർ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അവൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് വർദ്ധിപ്പിക്കട്ടെ എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞത് കാണാം. ദിക്റുള്ള, നമ്മൾ അള്ളാഹുവിനെ എത്രത്തോളം സ്മരിക്കുന്നുവോ അത് നമ്മുടെ മനസ്സ് ശാന്തമാകാനും മനസ്സിന് സമാധാനം കിട്ടാനും ഏറ്റവും സഹായകമാകുന്ന ഒന്നാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയണം അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെയാണ് ഹൃദയത്തിന് സമാധാനം ഉണ്ടാവുക, ശാന്തി ഉണ്ടാവുക എന്ന് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസിയ്യത്ത് ചെയ്തിട്ടുള്ള വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ലാ ഹൗല, ഒരു കഴിവുമില്ല, വലാ ഖുവത, ഒരു ശക്തിയുമില്ല, ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ എന്നാണ് അതിൻ്റെ അർത്ഥം പറയുക. നമ്മൾക്ക് എന്തു ചെയ്യണമെന്നുണ്ടെങ്കിലും, ഏതൊരു നന്മ ചെയ്യണമെന്നുണ്ടെങ്കിലും, ഏതൊരു തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നുണ്ടെങ്കിലും, നമ്മൾക്ക് എന്തു ചെയ്യണമെങ്കിലും, ഒരു സ്ഥലത്തു നിന്ന് ഒരു ഭാഗത്തേക്ക് ചലിക്കണമെങ്കിൽ, നമ്മൾക്ക് എന്തു ചെയ്യാനും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടെങ്കിൽ ഒന്ന് മാത്രമേ നമുക്ക് സാധിക്കൂ. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ ഫഖർ, നമ്മൾ അള്ളാഹുവിലേക്ക് അത്രയും ആവശ്യക്കാരനാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ വാചകം നമ്മൾ ചൊല്ലുന്നതിലൂടെ. എനിക്കൊരു കഴിവുമില്ല, എനിക്ക് ശക്തിയുമില്ല, അള്ളാഹു സഹായിച്ചാലല്ലാതെ
എന്ന കാര്യമാണ് ഇവിടെ നമ്മൾ നിരന്തരം ഈ ദിക്ർ ചൊല്ലുന്നതിലൂടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഇതിന് പല രൂപത്തിലും പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞിട്ടുള്ളൊരു വിശദീകരണം ഇതാണ്: ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ ഐ ലാ ഹൗല ബിനാ അലൽ അമൽ ബിത്താഅ ഇല്ലാ ബില്ലാ. നമ്മൾക്കൊരു സൽക്കർമ്മം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കഴിവ് അള്ളാഹു തരണം, അള്ളാഹു നൽകണം. അതേപോലെ തന്നെ വലാ ഖുവത ലനാ അലാ തർക്കിൽ മഅസിയ ഇല്ലാ ബില്ലാ. നമ്മൾക്കൊരു തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ശക്തി ആര് നൽകണം? അള്ളാഹു തരണം. നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള കഴിവ്, അതിനുള്ള ശക്തി നൽകേണ്ടത് അള്ളാഹു തആലയാണ്. അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾക്കൊരു ഖൈർ ചെയ്യാൻ, ഒരു നന്മ ചെയ്യാൻ, അതിന് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകണം. അള്ളാഹു അത് നൽകിയാലേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. ഒരു തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ അതിന് നമ്മൾക്ക് ശക്തി ഉണ്ടാകണം, കഴിവുണ്ടാകണം. ഒരു ഖൈർ കൊണ്ടുവരാനും ഒരു ഷർറിനെ തടയാനുമൊക്കെ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടെങ്കിലേ സാധിക്കൂ. അതാണ് നമ്മളിതിലൂടെ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമുക്കറിയാം, ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിൻ, അതിന് അദാൻ നമ്മൾ ഇജാബത്ത് കൊടുക്കുക, അതിലെ വാചകങ്ങൾ അതുപോലെ ചൊല്ലിക്കൊണ്ടാണ്. എന്നാൽ ഹയ്യ അല സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താണ് തിരിച്ചു പറയുന്നത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന വാചകമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയേണ്ട സന്ദർഭങ്ങളിൽ ഒന്ന് ഇതാണ്. എപ്പോൾ? ബാങ്ക് കേൾക്കുന്ന സന്ദർഭത്തിൽ എന്താണ് ഹയ്യ അല സ്വലാ, നിസ്കാരത്തിലേക്ക് വരുവിൻ, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരുവിൻ എന്ന് മുഅദ്ദിൻ പ്രഖ്യാപിക്കുന്ന സമയത്ത് മറുപടി പറയുന്നത് എന്താണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതിൻ്റെ ഹിക്മ, അതിലുള്ള യുക്തി ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയും, അൽ ഹിക്മതു ഫീ ദാലിക്, ഇങ്ങനെ പറയുന്നതിൻ്റെ യുക്തി അന്നൽ അബ്ദ ദഈഫുൻ, ഒരടിമ അവൻ ദുർബലനാണ്. ലൈസ ലഹു ഖുദ്റത്തുൻ അല തഹവ്വുലി മിൻ ഹാലിൻ ഇലാ ഹാലിൻ ഇല്ലാ ബില്ലാ. അവന് ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറാനുള്ള ശക്തി, കഴിവ് അള്ളാഹു കൊടുത്താലല്ലാതെ അവനതിന് കഴിവുണ്ടാവുകയില്ല. വമിൻ ദാലിക, അതിൽപ്പെട്ടതാണ് നമുക്കൊന്ന് അനങ്ങണമെങ്കിൽ, ഒന്ന് ചലിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകണം. അപ്പോൾ നിസ്കാരത്തിലേക്ക് വരുവിനെന്ന് പറയുമ്പോൾ വമിൻ ദാലിക ദഹാബുഹു ഇലസ്സലാത്തി ലിഅദാഇഹാ മഅൽ ജമാഅ, അതിൽപ്പെട്ടതാണ് നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോവുക, ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോവുക എന്നുള്ളത്. ലാ ഹൗല ലഹു വലാ ഖുവത അലാ ദാലിക ഇല്ലാ ബില്ലാ. അതിനവന് നടന്ന് പള്ളിയിൽ പോകണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകണം. അവന് ചലിക്കണമെങ്കിൽ, അങ്ങോട്ട് പോകണമെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകണം. ഫയസ്തശ്ഇറു അജ്സഹു വദഅഫഹു. ഇത് ഹയ്യ അല സ്വലാ, നിസ്കാരത്തിലേക്ക് വരുവിൻ എന്ന് പറയുമ്പോൾ ഒരടിമ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, എനിക്കൊരു ശക്തിയും ഒരു കഴിവും അള്ളാഹു നൽകിയാലല്ലാതെ ഇല്ല എന്ന വാചകം ഉരുവിടുമ്പോൾ അവൻ്റെ ദുർബലതയും അവൻ്റെ അശക്തിയും അവൻ മനസ്സിൽ കൊണ്ടുവരും. വഅന്നഹു ലാ യഖ്ദിറു അലാ ഇജാബത്തി ഹാദ നിദ ഇല്ലാ ബില്ലാഹി വഹ്ദഹു. ഈ ബാങ്കിൻ്റെ വിളിക്ക് ഉത്തരം നൽകണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം കിട്ടിയാലല്ലാതെ അവന് സാധിക്കുകയില്ല എന്നവൻ്റെ മനസ്സിൽ അവൻ കൊണ്ടുവരും. ഇതൊക്കെയാണ് അതിൻ്റെ ഹിക്മത്തായി ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കൊരു സൽക്കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ, ഒരു നന്മ ചെയ്യണമെങ്കിൽ, ഏതു കർമ്മം ചെയ്യണമെങ്കിലും അള്ളാഹുവിൻ്റെ സഹായം നമ്മൾക്കുണ്ടാകണം എന്ന കാര്യമാണ്. അള്ളാഹുവിനെ കൊണ്ടാണ് അത് നടക്കുന്നത് എന്നതാണ് നമ്മൾ ഈ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളത് നമ്മൾക്കൊരു കാര്യം ചെയ്യാൻ സഹായം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അള്ളാഹുവിനോട് ഇത് പറയുന്നത്. ചില ആളുകൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് അനവസരത്തിൽ പറയാറുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അത് പറയുന്നുണ്ട്. എപ്പോഴാണിത് പറയേണ്ടത്? മൊത്തത്തിൽ ഏത് സമയത്ത് നമുക്ക് ദിക്ർ എന്ന നിലക്ക് പറയാം. എന്നാൽ പലരും, ചില ആളുകൾ ചെയ്യുന്നത്, നമ്മൾക്കൊരു മുസീബത്ത് ബാധിച്ചു, ഒരു പ്രയാസമുണ്ടായാൽ ചൊല്ലേണ്ട ദിക്റല്ല ഇത്. ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നമ്മൾക്കൊരു പ്രയാസമുണ്ടാകുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്ന വാചകം ഇങ്ങനെ: ഇദാ അയാക ശൈഉ വഅജിസ്ത അൻഹു ഖുൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നിനക്കൊരു കാര്യം ചെയ്യാൻ പ്രയാസമുണ്ടായി, നിനക്കത് പറ്റുന്നില്ല എങ്കിൽ നീ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുക. നമുക്കൊരു കാര്യം ചെയ്യാനൊരു പ്രയാസമുണ്ടായി,
ബുദ്ധിമുട്ടുണ്ടായി, നമ്മൾക്കതിന് പറ്റുന്നില്ല എങ്കിൽ അവിടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുക. ഫഇന്നല്ലാഹ തആല യുഈനുക, നീ അങ്ങനെ പറഞ്ഞാൽ അള്ളാഹുവിനെ സഹായിക്കും. വലൈസത് ഹാദിഹി കലിമത ഇസ്തിർജാഇൻ കമാ യഫഅലുഹു കസീറുൻ മിനൻ നാസ്. ഇവിടെ പല ആളുകളും, ഒരുപാട് ആളുകൾ ചെയ്യുന്നത് പോലെ ഇസ്തിർജാഇൻ്റെ കലിമത്തല്ല ഈ പറഞ്ഞിട്ടുള്ളത്. അഥവാ ഇസ്തിർജാഇൻ്റെ കലിമത്ത് എന്ന് പറഞ്ഞാൽ ഇദാ ഖീല ലഹു ഹസലത്തിൽ മുസീബത്തുൽ ഫുലാനിയ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഏതെങ്കിലും ഒരു മുസീബത്ത് ഉണ്ടായി എന്ന് പറയുമ്പോൾ, ഒരു പരീക്ഷണം ഉണ്ടായി എന്ന് പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയും. അല്ല, ഒരു പരീക്ഷണം ഉണ്ടാകുമെന്ന് നമ്മൾ പറയേണ്ടത്, പരീക്ഷണം ഉണ്ടാകുമ്പോൾ പറയേണ്ടത് ഇസ്തിർജാഇൻ്റെ കലിമയായ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. വലാകിന്ന കലിമത്തുൽ ഇസ്തിർജാ ഹിയ അൻ തഖൂല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾക്കൊരു പരീക്ഷണം ഉണ്ടായി നമ്മൾ പറയേണ്ടത് എന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നല്ല പറയേണ്ടത്. പല ആളുകളും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, പ്രയാസം ഉണ്ടാകുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയും. അത് ശരിയല്ല. അവിടെ എന്തെങ്കിലും ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് പറയേണ്ടത്. അമ്മ ഹാദിഹി ഫഹിയ കലിമതു ഇസ്തിആന, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ള വാചകം അള്ളാഹുവിനോട് നമ്മൾ സഹായം ചോദിക്കുക എന്നുള്ള ഒരു വാചകമാണ്. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുള്ള സന്ദർഭത്തിൽ അത് പറയാം. ഇദാ അറദ്ത അൻ യുഈനക അല്ലാഹു അലാ ഷൈഇൻ ഫഖുൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എന്തെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹുവിൻ്റെ സഹായം കിട്ടണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നീ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ പറഞ്ഞു എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ചൊല്ലേണ്ട സന്ദർഭം അത് അനവസരത്തിൽ പറയരുത്. നമുക്കൊരു മുസീബത്തുണ്ടായാൽ എന്താണ് ചൊല്ലേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് സമയത്ത് മുത്തലക്കൻ നമുക്ക് എന്ത് ചെയ്യാം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയാം. പ്രത്യേകം ചൊല്ലേണ്ട സന്ദർഭമുണ്ട്, അവിടെ അത് തന്നെ ചൊല്ലണം. അല്ലെങ്കിൽ അതിന് പകരം വേറെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. ഇപ്പോൾ ഹയ്യ അല സ്വലാ എന്ന് പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് മാറ്റി വേറെ എന്തെങ്കിലും ചൊല്ലാൻ നമുക്ക് പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതാണ്. അപ്പോൾ ഇത് ചൊല്ലേണ്ട സന്ദർഭം ഏതാണോ അവിടെ അത് ചൊല്ലുക. ഇത് അനവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഘട്ടങ്ങളിൽ ഇത് പ്രത്യേകം ചൊല്ലേണ്ടതായി നമ്മൾ മനസ്സിലാക്കരുത്. അതിൽ പലരും ചൊല്ലുന്ന ഒരു കാര്യമാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇവിടെ ഉണർത്തിയത്. അഥവാ ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുന്നത് ശരിയല്ല. മറിച്ച് അത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് പറയേണ്ടത്. സഹോദരങ്ങൾ, ഇതിന് ഈ പറഞ്ഞ ദിക്റിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. ഞാൻ തുടക്കത്തിൽ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഞാൻ കുറച്ച് ഫضലുകൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഇവിടെ ഇതിൻ്റെ ഫضൽ നമ്മൾക്ക്, ഇതുപോലെയുള്ള അധികാരിയുടെ ഫضൽ നമ്മൾക്ക് അറിയാത്തത് കൊണ്ടല്ല പലപ്പോഴും നമ്മൾ ചെയ്യാത്തത്. ദിക്ർ ചൊല്ലുക എന്നുള്ളതൊരു തൗഫീഖാണ്. വളരെ ലളിതമായി നമ്മൾക്ക് ചൊല്ലാൻ സാധിക്കുന്ന, ഏത് അവസരത്തിലും ചൊല്ലാൻ സാധിക്കുന്ന ഈ പറഞ്ഞ ഇബാദ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാനും നിങ്ങളും സ്വന്തത്തോട് ചോദിച്ചാൽ മതി. ഒരു കാര്യത്തിൻ്റെ ഫضൽ മനസ്സിലാക്കുമ്പോൾ എന്താണ്, നമുക്ക് കൂടുതൽ ചെയ്യാനൊരു താല്പര്യം ഉണ്ടാകും. അതിനാണ് നമ്മൾ ഫദായിലുകൾ പഠിക്കുന്നത്. ഇബ്നു റജബ് അൽ-ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ പല സന്ദർഭത്തിൽ കേട്ടിട്ടുണ്ടാവും. മല്ലം യഅരിഫ് സവാബൽ അഅമാൽ സഖുലത അലൈഹി ഫീ ജമീഇൽ അഹ്വാൽ. ഒരാൾക്ക് ഒരു കർമ്മം ചെയ്താൽ എന്താണ് പ്രതിഫലം എന്നവൻ അറിയുന്നില്ല എങ്കിൽ അവനത് എപ്പോഴും പ്രയാസമായിരിക്കും. എന്നാൽ ഇന്നത് ചെയ്താൽ ഇന്ന കൂലിയുണ്ട്, പ്രതിഫലമുണ്ട്, നേട്ടമുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടത് ചെയ്യാൻ ഉന്മേഷം ഉണ്ടാകും. അപ്പോൾ ഫദായിലുൽ അമാൽ, അമലുകളുടെ ശ്രേഷ്ഠതകൾ നമ്മൾ പഠിക്കുമ്പോൾ അത് പഠിക്കുന്ന ലക്ഷ്യം എന്താണ്? അത് നമ്മൾക്ക് കൂടുതൽ ചെയ്യാൻ അതൊരു പ്രോത്സാഹനമായിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ശ്രേഷ്ഠതകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം. നമ്മൾ ഒഴിവുള്ള സമയങ്ങളിൽ ധാരാളമായി ഒഴിവ് കണ്ടെത്തി നമ്മൾ ചൊല്ലേണ്ട, നിരന്തരം വർദ്ധിപ്പിക്കേണ്ട 6 ദിക്റുകൾ നമ്മൾ റസൂലിൻ്റെ പേരിലുള്ള സ്വലാത്ത് ഉൾപ്പെടെ ഈ പറഞ്ഞിട്ടുള്ള ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലയുടെ കൂടെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ഇത് നമ്മൾ നോക്കി നമ്മുടെ വീട്ടിൽ വയസ്സായിട്ടുള്ള, പ്രായമായിട്ടുള്ള ഇങ്ങനെ കിടക്കുന്ന ആളുകളുണ്ടാകും. അവരോട് പോയി നമ്മളവരെ കാണുമ്പോൾ അവരെ ഉപദേശിച്ചാൽ മതി. നമ്മളെക്കാൾ കൂടുതൽ അവർ ചൊല്ലും. അവർ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചും കേട്ടിരിക്കുകയായിരുന്നു. അവരെ ഇരുന്ന് ഇതിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞു കൊടുത്ത് നമ്മൾ ചൊല്ലി. ഈ രോഗിയായിട്ടൊക്കെ കിടക്കുന്ന ആളുകൾക്ക് ഇത് ഈ പറഞ്ഞിട്ടുള്ള അധികാറുകൾ
നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. ഇതിൻ്റെ ശ്രേഷ്ഠതയിൽ പെട്ടത് നമുക്ക് ചിലത് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വർദ്ധിപ്പിക്കണമെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വസിയ്യത്തായി പറഞ്ഞു. നമ്മൾ പറഞ്ഞു അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത വസിയ്യ. രണ്ടാമത്തെ ഒരു ശ്രേഷ്ഠത ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയിട്ടുള്ള വസിയ്യത്താണ്. മിഅ്റാജിൻ്റെ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ട സന്ദർഭം വിശദീകരിക്കുന്നുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മിഅ്റാജ് നടന്ന രാത്രിയിൽ ജിബ്രീലിൻ്റെ കൂടെ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നു, മൻ മഅക യാ ജിബ്രീൽ, നിൻ്റെ കൂടെ ആരാണ് ജിബ്രീൽ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിബ്രീൽ പറയും അതാ മുഹമ്മദ്, ഇത് മുഹമ്മദാണെന്ന് പറയും. ആ സമയത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. മുർ ഉമ്മതക, നീ നിൻ്റെ ഉമ്മത്തിനോട് കൽപ്പിക്കുക, ഫൽയുക്സിറു മിൻ ഗിറാസിൽ ജന്ന, സ്വർഗത്തിലെ വൃക്ഷം, തൈ, ചെടി അത് വർദ്ധിപ്പിക്കട്ടെ. സ്വർഗത്തിലെ ചെടി, സ്വർഗത്തിലെ തൈ, വൃക്ഷം, മരം അത് വർദ്ധിപ്പിക്കട്ടെ എന്ന് നീ അവരോട് പറയുക. ഫൈന്ന തുർബതഹ തയ്യിബ, ആ സ്വർഗത്തിലെ മണ്ണ് അത് നല്ല മണ്ണാണ്. അതിൽ അവിടുത്തെ ഭൂമി അല്ലെങ്കിൽ അത് അവിടുത്തെ പ്രതലം അത് വിശാലമാണ്. അപ്പോൾ ചോദിച്ചു, അമാ ഗിറാസുൽ ജന്ന, എന്താണ് സ്വർഗത്തിലെ ചെടി എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ നോക്ക്, ഇവിടെ ഈ ഹദീസിൽ രണ്ട് ശ്രേഷ്ഠതകൾ. ഒന്ന്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യേകം വസിയത്ത് ചെയ്തു, ഉമ്മത്തിനോട് വർദ്ധിപ്പിക്കാൻ പറഞ്ഞ ഒരു ദിക്ർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അത് സ്വർഗത്തിലെ ചെടിയാണ്, നേരത്തെ പറഞ്ഞ സ്വർഗത്തിലെ നിധിയാണ്. നോക്ക്, നമ്മുടെ ദുനിയാവായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ നമുക്ക് ദുനിയാവിലൊരു മരം, വിലപിടിപ്പുള്ളൊരു മരം, അത് ഇത്രയുണ്ട്, തെങ്ങാണെങ്കിൽ തെങ്ങ്, റബ്ബറാണെങ്കിൽ റബ്ബ്, അത് ദുനിയാവിൽ നമുക്ക് ഒരുപാട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. ഇത് സ്വർഗത്തിലാണ് ഉണ്ടാകാൻ പോകുന്നത്, സ്വർഗത്തിൽ ആണ് ഉണ്ടാകാൻ പോകുന്നത്. സ്വർഗത്തിൽ നമ്മൾക്ക് ഒരുപാട് ചെടികൾ അല്ലെങ്കിൽ വൃക്ഷം അത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ധാരാളമായി ഇത് ചൊല്ലുമ്പോഴാണ്, ഓരോ തവണ ചൊല്ലുമ്പോഴും നമ്മൾക്ക് സ്വർഗത്തിൽ ഈ പറഞ്ഞിട്ടുള്ള വൃക്ഷം അല്ലാഹു തആല നമ്മുടെ പേരിൽ രേഖപ്പെടുത്തും. നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അത് സ്വീകരിക്കാൻ പറ്റുന്ന ഒരാളത് ചെയ്യണം, എങ്കിലത് കിട്ടുള്ളൂ. അവൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ തടസ്സമാകുന്ന മറ്റെന്തെങ്കിലും അവനിൽ ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട തൗഹീദ്, തൗഹീദ് ഇല്ലാത്ത ഒരാൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അവൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നല്ല, ഏത് ദിക്ർ എത്ര തവണ ചൊല്ലിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം അല്ലാഹു തആല ഒരാളുടെ അമൽ സ്വീകരിക്കണമെങ്കിൽ അവൻ മുഅ്മിനാകണം, മുവഹിദാകണം, എങ്കിൽ അവൻ്റെ കർമ്മം അല്ലാഹു സ്വീകരിക്കും. അതേപോലെ തന്നെ ഇഖ്ലാസോടുകൂടി ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളാകണം. ഇതൊക്കെ അതിൻ്റെ നിബന്ധനകളാണ്. കർമ്മങ്ങൾ സ്വീകരിക്കാതിരിക്കാനുള്ള മറ്റു കാര്യങ്ങൾ അവനിൽ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതൊന്നും അവന് കിട്ടൂല. അല്ലാത്ത പക്ഷം ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉണ്ടാകും. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ശ്രേഷ്ഠത നമ്മൾ പറഞ്ഞ ഹദീസിലുണ്ട്, അത് സ്വർഗത്തിലെ നിധിയാണ്. നമ്മൾ ആദ്യം പറഞ്ഞു, ഫഇന്നഹാ അക്സറു മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ നിങ്ങൾ വർദ്ധിപ്പിക്കുക. ഫഇന്നഹാ കൻസും മിൻ കുനൂസിൽ ജന്ന, അത് സ്വർഗത്തിലെ നിധിയാണ് എന്ന് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ശ്രേഷ്ഠത, സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. അതിലൊരു വാതിലിൻ്റെ പേര് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല അദുല്ലുക അലാ ബാബിൻ മിൻ അബ്വാബിൽ ജന്ന, സ്വർഗത്തിലെ ഒരു വാതിൽ അത് ഞാൻ അറിയിച്ചു തരട്ടെയോ? അപ്പോൾ സഹാബി പറഞ്ഞു, ബല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലയാണെന്ന് പറഞ്ഞു. അപ്പോൾ നോക്ക്, സ്വർഗത്തിൻ്റെ വാതിൽ, സ്വർഗത്തിലെ ചെടി, സ്വർഗത്തിലെ നിധി എന്നൊക്കെയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന വാചകത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ മറ്റൊരു ശ്രേഷ്ഠത,
വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് ഉൾക്കൊള്ളുന്ന ദിക്ർ ചൊല്ലിയാണ് നമ്മൾ വീട് വിട്ട് ഇറങ്ങിയതെങ്കിൽ അവിടെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷൻ, സംരക്ഷണം അവന് ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ ഖറജ മിൻ ബൈതിഹി ഫഖാല ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് ബിസ്മില്ലാ ചൊല്ലണം, അതേപോലെ തന്നെ തവക്കൽതു അലല്ലാഹ് എന്ന് പറയണം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയണം. ഇത് പറഞ്ഞൊരുത്തൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ ഫയുഖാലു ലഹു, അവനോട് പറയപ്പെടും, ഹസ്ബുക, നിനക്കിത് മതി, ഖദ് കുഫീത വഹുദീത വവുഖീത്, നിനക്ക് ഹിദായത്ത് ലഭിച്ചിരിക്കുന്നു, നിനക്കിത് മതിയായിരിക്കുന്നു, നീ സംരക്ഷണം ലഭിക്കപ്പെട്ടവനായിരിക്കുന്നു. റിവായത്തിൽ കാണാം, വതനഹ അൻഹു ശൈത്താൻ, ശൈത്താൻ അവരിൽ നിന്ന് അകന്നുപോകും, ശൈത്താൻ അവരിൽ നിന്ന് അകന്നുപോകും. ശൈത്താൻ അവൻ്റെ മറ്റു കൂട്ടാളിയോട് പറയുന്നുണ്ട്, കൈഫ ലക ബിറജുലിൻ ഖദ് ഹുദിയ വകുഫിയ വവുഖിയ, ഹിദായത്ത് ലഭിച്ചിട്ടുള്ള, അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിച്ചിട്ടുള്ള, അള്ളാഹു മതിയാകുന്ന ഒരാൾക്ക് ഒരാളുടെ വിഷയത്തിൽ നിനക്കെങ്ങനെ ഇടപെടാൻ സാധിക്കും എന്ന് ഒരു ശൈത്താൻ മറ്റൊരു ശൈത്താനോട് ഇത് പ്രാർത്ഥിച്ച ആളെപ്പറ്റി പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്ക്, നമ്മൾ വീട് വിട്ടിറങ്ങുമ്പോൾ ഇത് മറക്കരുത്. അത്ര വലിയ കാര്യമാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു യാത്ര തുടങ്ങുമ്പോൾ നമ്മുടെ യാത്ര സുരക്ഷിതമാക്കുന്ന പല കാര്യങ്ങളും ചെയ്യും, പലതും ചെയ്യാറുണ്ട്. ദുന്യവിയായ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്. സുബ്ഹാനല്ലാഹ്, സാന്ദർഭികമായിട്ട് പറയാം, ചില ആളുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള പല സംരക്ഷണ കാര്യങ്ങളുമുണ്ട്, അതൊന്നും ശ്രദ്ധിക്കൂല. ഇപ്പം നോക്ക്, രാവിലത്തെ സുബഹി ജമാഅത്തായി നിസ്കരിച്ചാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകുമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആളുകൾ അവരവരുടെ ആരോഗ്യം കാക്കാൻ വേണ്ടിയിട്ടൊക്കെ സുബഹിസ്കാരത്തിന് ജമാഅത്തിന് പങ്കെടുക്കാതെ റോട്ടിലൂടെ നടക്കണം കണ്ടിട്ടില്ലേ? പള്ളി കയറൂല, അങ്ങനത്തെ ആൾക്കാരുണ്ട്. അവർക്ക് ഏതെങ്കിലും ഡോക്ടർമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രെയിനർമാരൊക്കെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അതിലായിരിക്കും കൂടുതൽ വിശ്വാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പരിഹാരം, അതിൽ പ്രധാനപ്പെട്ട അദ്കാർ, നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും സഹായകമാകുന്ന ഒന്നാണ് എന്ത്? ദിക്റുല്ലാഹ്. പല ദിക്റുകളും അങ്ങനെയാണ്. ഇപ്പോൾ നോക്ക്, ഈ ദിക്ർ ചൊല്ലി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് വേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനും നിങ്ങളൊക്കെ ഈ പറഞ്ഞ ദിക്ർ ഇതൊക്കെ എളുപ്പത്തിൽ പഠിക്കാം, മറ്റുള്ളവരെ പഠിപ്പിക്കാം. നമ്മുടെ മക്കളൊക്കെ നമ്മൾ യാത്ര പോകുമ്പോൾ, പ്രത്യേകിച്ച് ഏത് സന്ദർഭത്തിലും നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇത് ചൊല്ലി പുറപ്പെടാൻ നമുക്ക് പറ്റണം, നമ്മുടെ വീട്ടുകാരെ കൊണ്ട് ചൊല്ലിപ്പിക്കാൻ നമുക്ക് സാധിക്കണം, മറന്നു പോകരുത്. അത്ര വലിയ ശ്രേഷ്ഠതകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ശൈത്താൻ്റെ ഷർറിൽ നിന്ന് രക്ഷയുണ്ടെന്ന് പറഞ്ഞാൽ നോക്ക്, നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മുടെ വഴി തെറ്റിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഷിർക്കും കുഫറും ബിദ്അത്തും ഫിസ്ഖും തോന്നിവാസങ്ങളും എല്ലാം നാട്ടിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾക്ക് സംരക്ഷണം നൽകേണ്ടത് അല്ലാഹു തആലയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റുല്ലാഹ് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിയുടെ ശ്രേഷ്ഠതയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്ന ഒരാൾ പറഞ്ഞു, ഇന്നി ലാ അസ്തതീഉ അൻ ആഖുദ മിനൽ ഖുർആനി ഷൈആ, എനിക്ക് ഖുർആൻ പഠിക്കാൻ സാധിക്കുന്നില്ല. ഫഅല്ലിംനി ഷൈഅൻ യുജ്സിഉനി മിനൽ ഖുർആൻ, എനിക്ക് ഖുർആനിന് പകരം മതിയാകുന്ന ചിലത് പഠിപ്പിച്ചു തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ. നേരത്തെ പറഞ്ഞ 6 5 ഇവിടെ ഉണ്ട്. ഇത് ചൊല്ലുക. ഇപ്പോൾ നിസ്കാരത്തിൽ ഒരാൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിൽ ആണ് പഠിക്കുന്നതിന് മുമ്പ് അയാൾ നിസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്യാൻ ഖുർആൻ പഠിച്ചിട്ടില്ല, എനിക്ക് സമയം കിട്ടിയില്ല, അയാൾ ചൊല്ലേണ്ടതാണ് ഇതാണ്, സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന് ബദലായി പഠിപ്പിച്ചു കൊടുത്ത ദിക്റുകളുടെ കൂട്ടത്തിൽ എന്തുണ്ട്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഉണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ ദിക്റിൻ്റെ മറ്റൊരു ശ്രേഷ്ഠതയാണ്. അതേപോലെ തന്നെ മറ്റൊരു ശ്രേഷ്ഠത ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തഅറ മിനൽ ലൈൽ, ഒരുത്തൻ രാത്രി ഉറക്കത്തിൽ നിന്ന് എണീറ്റു, ഫഖാൽ, ആ സമയത്ത് അവൻ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ശ്രദ്ധിക്കുക, നമുക്ക് പരിചയമുള്ള ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്നിട്ട് എന്ത് പറഞ്ഞു? ഈ പറഞ്ഞ ദിക്ർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ 5 എണ്ണം, ഈ 5 ദിക്ർ കൂടി അതിൻ്റെ കൂടെ ചൊല്ലിയാൽ, സുമ്മ ഖാല അല്ലാഹുമ്മഗ്ഫിർലി, എന്നിട്ട് അല്ലാഹുമ്മ ഗ്ഫിർലി എന്നവൻ പറഞ്ഞാൽ, ഔ ദഅ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവൻ്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും, ഈ സന്ദർഭത്തിൽ ഉസ്തുജീബ ലഹ്, അതിന് അവന് അള്ളാഹുവിന് ഉത്തരം കിട്ടും. നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സഹായകമാകുന്ന ഒന്നാണ്. നമ്മൾ രാത്രി ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ ഈ പറഞ്ഞ ദിക്ർ ചൊല്ലി, ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്, ഇതൊന്നും പുതിയ പഠിക്കേണ്ട ആവശ്യമില്ല. ഏതൊക്കെയാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് പറഞ്ഞ ദിക്ർ, അതിനുശേഷം ഈ പറഞ്ഞ 5 ദിക്ർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നിട്ട് എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ ഗ്ഫിർലി. പിന്നെ നമുക്ക് എന്താ ആവശ്യങ്ങൾ അല്ലാഹുവോട് പറയാം. നമ്മൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്, നമ്മൾ ഫിക്ർ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് നേരം വെളുത്താൽ നമ്മളെ ശുഗിലാക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതെങ്ങനെ നേരിടും, അതിനെങ്ങനെ കൈകാര്യം ചെയ്യും, അതിനെങ്ങനെ തരണം ചെയ്യും, അതിനെങ്ങനെ ഫേസ് ചെയ്യും, ഇതൊക്കെ നമ്മൾ ഭയങ്കര പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ തല പുണ്ണാക്കുന്നുണ്ടാവും. പക്ഷെ റബ്ബിനോട് നമ്മൾ പറയുന്നുണ്ടാവില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനൊക്കെ തൗഫീഖ് നൽകേണ്ടത്, എളുപ്പം നൽകേണ്ടത് ആരാണ്? അല്ലാഹു തആലയാണ്. ഉറക്കത്തിന് എണീക്കുമ്പോൾ ഇത് ചിന്തിക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ ദിക്ർ ചൊല്ലി റബ്ബിനോട് പറയാം. നമ്മൾ എത്ര വലിയ തടസ്സം ഉണ്ടെങ്കിലും അള്ളാഹു വിചാരിച്ചാൽ എളുപ്പത്തിൽ മാറ്റിത്തരും. റബ്ബിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ കാര്യങ്ങൾ പറയാൻ എന്തു വന്നാലും ആദ്യം റബ്ബിനോട് പറയുക എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ വരണം. റബ്ബിനോട് പറഞ്ഞിട്ട് നമ്മൾക്ക് അനുവദിക്കപ്പെട്ട രൂപത്തിൽ മറ്റൊരാളോട് പറയാൻ പറ്റുമെങ്കിൽ അത് പറയാം. ഇത് പലപ്പോഴും നമ്മൾ റബ്ബല്ലാത്ത പലരോടും നമ്മുടെ ആവശ്യങ്ങൾ പറയും, റബ്ബിനോട് പറയില്ല. എന്തു കാര്യവും നമ്മുടെ ദുന്യവിയായ ഉഖ്റവിയായ, നമ്മളെ ദുന്യവിയായ ഉഖ്റവിയായ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എല്ലാം റബ്ബിനോട് പറയണം. നമ്മൾക്കൊരു പ്രയാസമുണ്ട്, ഒരു പ്രതിസന്ധിയുണ്ട്, അത് നമ്മുടെ ദീനിയായ പ്രതിസന്ധിയായിരിക്കും. നമ്മുടെ ഇവിടെ ഒരു പ്രയാസമുണ്ട്, റബ്ബിനോട് പറയുക, ഏതു പ്രയാസത്തിനും എളുപ്പമുണ്ടാകും. റബ്ബിനോട് പറയാൻ നമ്മൾക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ പലതും ഉണ്ടാകും. അത് ദീനിയായ കാര്യങ്ങളുണ്ടാകും, ദുന്യവിയായ കാര്യങ്ങളുണ്ടാകും. അത് റബ്ബിനോട് പറയാൻ നമുക്ക് പറ്റണം. അതിന് പറ്റുന്ന ഒരു സമയമാണ് ഉറക്കത്തിന് എണീറ്റ് ഈ ദിക്ർ ചൊല്ലി എന്നിട്ട് ഇത് പറയുക. അതിന് ഉത്തരമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇൻ തവദ്ദഅ വസല്ല ഖുബിലത് സ്വലാത്തുഹു, ഇനി അവൻ വുളൂ ചെയ്ത് നിസ്കരിച്ചാൽ അവൻ്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കും. അപ്പോൾ നമ്മുടെ നിസ്കാരം സ്വീകരിക്കാൻ പ്രത്യേകം കാരണമാകുന്ന ഒന്നാണ് ഈ ദിക്ർ എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. മറ്റൊരു ശ്രേഷ്ഠത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം കേട്ടോ. ഈ ദിക്ർ നമുക്ക് പെട്ടെന്ന് പഠിക്കും ചെയ്യാം. 5 ദിക്റുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖാല അൽ അബ്ദു ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, ഒരടിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ, ഖാല അല്ലാഹു തആല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യഖൂലുല്ലാഹു തബാറക വ തആല, അല്ലാഹു തആല പറയും, സദഖ അബ്ദി ലാ ഇലാഹ ഇല്ല അന വ അന അക്ബർ, എൻ്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു, ഞാൻ മാത്രമാണ് ആരാധനക്ക് അർഹതയുള്ളവൻ, ഞാനാണ് ഏറ്റവും വലിയവൻ എന്ന് പറയും. അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ, വഇദാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു,
ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു എന്ന് അടിമ പറഞ്ഞാൽ അല്ലാഹ് പറയും സദഖ അബ്ദി ലാ ഇലാഹ ഇല്ല അന വഹ്ദി, ഞാൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് അല്ലാഹു തആല തിരിച്ച് മറുപടി പറയും. ഇനി വൈദാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ശരീക ലഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ശരീക ലഹ് എന്നൊരടിമ പറഞ്ഞാൽ അല്ലാഹ് പറയും സദഖ അബ്ദി ലാ ഇലാഹ ഇല്ല അന ലാ ശരീക ലി, ഞാൻ മാത്രമാണ് ആരാധനയ്ക്ക് അർഹതയുള്ളവൻ, എനിക്കൊരു പങ്കാളിയുമില്ല എന്ന് അല്ലാഹു തആല മറുപടി പറയും. ഇനി വൈദാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് എന്ന് അടിമ പറഞ്ഞാൽ അല്ലാഹ് പറയും സദഖ അബ്ദി ലാ ഇലാഹ ഇല്ല അന ലിയൽ മുൽക്കു വലിയൽ ഹംദ്, എനിക്ക് മാത്രമാണ് സർവ്വാധികാരവും സർവ്വസ്തുതിയും, ഞാൻ മാത്രമാണ് ആരാധനയ്ക്ക് അർഹൻ എന്ന് അല്ലാഹു തആല പറയും. ഇനി നമ്മുടെ വിഷയം വൈദാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ഒരടിമ പറഞ്ഞാൽ അല്ലാഹ് പറയും സദഖ അബ്ദി ലാ ഇലാഹ ഇല്ല അന വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബി, എന്നെ കൊണ്ടല്ലാതെ ഒരു കഴിവും ശക്തിയും ഇല്ല, ഒരു നന്മ ചെയ്യാനാകട്ടെ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനാകട്ടെ, ഒരു നന്മ കൊണ്ടുവരാനാകട്ടെ ഒരു തിന്മ തടയാനാകട്ടെ, എൻ്റെ സഹായമില്ലാതെ സംഭവിക്കുകയില്ല എന്ന് അല്ലാഹു തആല സത്യപ്പെടുത്തും. ഇതാണ് ഇതിൽ നമ്മുടെ വിഷയം എന്താണ്? ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലയും എന്താണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലയും പറഞ്ഞാൽ അല്ലാഹ് സത്യപ്പെടുത്തും. അപ്പോൾ ഇതിലുള്ള ഒരു ശ്രേഷ്ഠത അല്ലാഹു തആല സത്യപ്പെടുത്തുമെന്നാണ്. എൻ്റെ അടിമ പറഞ്ഞത് സത്യമാണ്, എൻ്റെ അടിമ സത്യസന്ധരിൽ പെട്ടിരിക്കുന്നു എന്ന് പറയുമെന്നാണ്. ഇങ്ങനെ ഇത് ചൊല്ലിയാൽ അള്ളാഹു ഈ രൂപത്തിൽ പ്രതികരിക്കും എന്നതിലുള്ള മഹത്വം എന്താണ്? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. അള്ളാഹു തആല ഒരടിമയെ സത്യപ്പെടുത്തിയാൽ വമൻ സദ്ദഖഹുല്ലാഹു തആല ലം യുഹ്ശർ മഅൽ കാദിബീൻ, അവനെ നാളെ പരലോകത്ത് കളവ് പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുകയില്ല. അവൻ വറുജിയ ലഹു അൻ യുഹ്ശറ മഅസ് സാദിഖീൻ, അവൻ സത്യസന്ധന്മാരുടെ കൂടെയായിരിക്കും നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക. അപ്പോൾ നോക്ക്, അള്ളാഹ് നമ്മളെ പറ്റി നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുമ്പോൾ എൻ്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ അള്ളാഹ് സത്യപ്പെടുത്താണ്, അവൻ പറഞ്ഞത് സത്യമാണ് എന്ന് അള്ളാഹു സത്യപ്പെടുത്തിയാൽ അവൻ നാളെ പരലോകത്ത് കള്ളന്മാരുടെ കളവ് പറയുന്നവരുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുകയില്ല, മറിച്ച് സത്യവാന്മാരുടെ കൂട്ടത്തിലായിരിക്കും അവർ ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന് പറയുന്നത് വലിയ ശ്രേഷ്ഠതയാണ്. മാത്രമല്ല ഈ പറഞ്ഞ ദിക്റുകൾ ഏതൊക്കെ നോക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ അല്ലാഹു അക്ബർ, മറ്റൊന്നെന്താ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ വഹ്ദഹു, മറ്റൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ ലാ ശരീക ലഹു, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ എന്താ ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, നമുക്ക് അറിയുന്നത് തന്നെയാണ്, ആ ഒരു അതിൻ്റെ രൂപം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് അഞ്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും മർ റുസിഖഹുന്ന ഇൻദ മൗതിഹി, ശ്രദ്ധിക്കണം, ഇത് മരണസന്ദർഭത്തിൽ ഒരാൾക്ക് പറയാൻ സാധിച്ചാൽ ലം തമസ്സഹുന്നാർ, നരകം അവനെ സ്പർശിക്കില്ല, നരകം അവനെ സ്പർശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ മരണാസന്നരായി കിടക്കുന്ന ആളുകൾക്ക് ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കേണ്ട ദിക്റാണത് ഈ പറഞ്ഞത്. കാരണം നമുക്കറിയാം മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. ഇതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിച്ചാൽ അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. നേർക്ക് നേരെ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കണം എന്നില്ല, വേറെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് കഴിഞ്ഞിട്ടേ പോകുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ ദിക്ർ ചൊല്ലാൻ സാധിച്ചാൽ ലം തമസ്സഹുന്നാർ, നരകം സ്പർശിക്കൂല, നരകത്തിൽ കടക്കാതെ സ്വർഗ്ഗത്തിൽ പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പഠിക്കണം, മരണാസന്നരായിട്ടുള്ള ആളുകൾക്ക് നമ്മളിത് പഠിപ്പിച്ചു കൊടുക്കണം. ഇതിന് ആ നിലക്കുള്ള ശ്രേഷ്ഠതയുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു ഫയംബഗി ലിൽ ഇൻസാൻ അൻ യഹ്ഫള ഹാദ ദിക്ർ, ഈ ദിക്ർ ഹിഫ്ളാക്കൽ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
وأن يكثر منه في حال مرضه حتى يختم له بالخير إن شاء الله تعالى والله الموفق. ഒരാൾ രോഗിയായി കിടക്കെ അവൻ ഈ പറഞ്ഞ ദിക്ർ ധാരാളമായി ചൊല്ലണം, അവന് ഒരു നല്ല ഖാത്തിമത്ത് ഉണ്ടാകാൻ. ആ രോഗത്തിലാണ് അവൻ മരിച്ചതെങ്കിൽ അതുകൊണ്ട് രോഗികൾ പ്രത്യേകിച്ചും ഇത് ശ്രദ്ധിക്കണം. അള്ളാഹുവാണ് തൗഫീഖ് നൽകുന്നവൻ എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞത് കാണാം. അപ്പോൾ നോക്ക്, ഇത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നതിൻ്റെ ശ്രേഷ്ഠതയിൽ പെടുന്ന കാര്യമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കുക. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മളെ സമയം കഴിഞ്ഞോ? പെട്ടെന്ന് പറയാം, 2 കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വൽ ബാഖിയാത്തു സ്സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. നാളെ പരലോകത്ത് നമ്മൾക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള പ്രതിഫലം കാര്യങ്ങൾ, നമ്മൾക്കേറെ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ്. നമുക്ക് നാളെ പരലോകത്ത് അവശേഷിക്കുന്ന കാര്യങ്ങളാണ് അൽ ബാഖിയാത്തു സ്സാലിഹാത്ത് എന്ന് പറയും. വൽ ബാഖിയാത്തു സ്സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ ഏത് സൽക്കർമ്മവും അതിൽ പെടും എന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പ്രത്യേകം ഇതിൽ പെടുന്ന അൽ ബാഖിയാത്തു സ്സാലിഹാത്ത്, നമ്മൾക്ക് നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ എന്ന് പറയാൻ പറ്റുന്നതിൽ പ്രത്യേകം പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിട്ടുള്ള സലഫുകൾ, വിശിഷ്യ സലഫുകൾ എടുത്തു പറഞ്ഞിട്ടുള്ള ഒന്നാണ് ഈ പറഞ്ഞ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ തുടങ്ങുന്ന പോലെയുള്ള ദിക്റുകൾ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അൽ ബാഖിയാത്തു സ്സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ അതിലെന്താണ്? മാഹി, അതെന്താണ്? അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സഹാബി, അദ്ദേഹം പറയണം, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നോക്ക്, നേരത്തെ പറഞ്ഞ 6 5 ഉണ്ട്, അതാണ് ഇതിൽ പെടുക എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തോടും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കാണാം, അൽ ബാഖിയാത്തു സ്സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ അൽ ബാഖിയാത്തു സ്സാലിഹാത്ത് എന്നതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ഒന്നാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം അതിൻ്റെ ശ്രേഷ്ഠതയായി മനസ്സിലാക്കണം. അവസാനത്തെ ഒരു കാര്യം, 8-10 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അവസാനത്തെ ഒരു കാര്യം, 10ാമത്തെ ഒരു കാര്യമായി നമുക്ക് പറയാൻ പറ്റുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളത് പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അലൽ അർദി റജുൽ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു മനുഷ്യൻ അവൻ പറയുകയാണ്, ഭൂമുഖത്തുള്ള ഒരാൾ പറയുകയാണ് ഏതൊക്കെ ദിക്റുകൾ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ. ഈ 5 ദിക്റുകൾ ഒരുത്തൻ ചൊല്ലിയാൽ ഇല്ലാ കുഫിറത് അൻഹു ദുനൂബ്, അവൻ്റെ പാപങ്ങൾ മായ്ക്കപ്പെടുന്നതാണ്. വലൗ കാനത് അക്സറ മിൻ സബദിൽ ബഹർ. നമ്മൾ നോക്ക്, കടലിലെ നുരയേക്കാൾ പതയേക്കാൾ അവന് തിന്മകളുണ്ടെങ്കിൽ, പാപങ്ങളുണ്ടെങ്കിൽ. ഇതാണ് ദിക്റുള്ളയുടെ പ്രത്യേകത. നമ്മൾ ഇഖ്ലാസോടുകൂടി മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ മതി. എത്ര എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത് നമ്മൾ ധാരാളമായി ചൊല്ലുക, നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ അത് കാരണമാകും. പാപങ്ങൾ പൊറുക്കാൻ അത് കാരണമാകും. ഒരു ഹദീസ് കൂടി പറയാം. നമ്മൾ വളരെ ഇതിൻ്റെ ശ്രേഷ്ഠത ബോധ്യപ്പെടുത്തുന്ന മറ്റൊരു ഹദീസാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ശരീക ലഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നേരത്തെ പറഞ്ഞ 5 നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ. ഇതിൻ്റെ മറ്റൊരു ശ്രേഷ്ഠതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും,
റസൂലുള്ള യഅഖിദുഹുന്ന ഖംസൻ ബി അസാബിഇഹി, ഈ 5 കാര്യം റസൂലുള്ള വിരൽ വെച്ചിട്ട് ഇങ്ങനെ എണ്ണി, ഈ 5 എണ്ണം. സുമ്മ ഖാൽ, എന്നിട്ട് റസൂൽ പറഞ്ഞു, ഏതാണ് ഈ 5 എണ്ണം എന്ന് പറഞ്ഞാണി? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ശരീക ലഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്. നമ്മൾ നേരത്തെ ദിക്ർ, മറ്റു ദിക്റിലെ ചില ഭാഗങ്ങളാണ്. അടുത്ത് 5-ാമത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് 5 റസൂൽ അങ്ങനെ വിരൽ കൊണ്ട് എണ്ണീട്ട് പറഞ്ഞു, ഇതൊരുത്തൻ മൻ ഖാലഹുന്ന ഫീ യൗമിൻ ഔ ഫീ ലൈലത്തിൻ, ആരെങ്കിലും പകൽ സമയത്ത് ഇത് പറഞ്ഞു അല്ലെങ്കിൽ രാത്രിയിൽ പറഞ്ഞു, ഔ ഫീ ഷഹ്രിൻ അല്ലെങ്കിൽ ആ ഒരു മാസം പറഞ്ഞു, സുമ്മ മാത ഫീ ദാലിക്കൽ യൗം ഔ ഫീ തിൽക്കൽ ലൈല ഔ ഫീ ദാലിക ഷഹർ, ഒന്നുകിൽ ആ പകൽ സമയത്ത് അവൻ മരിച്ചു, അല്ലെങ്കിൽ രാത്രി മരിച്ചു, അല്ലെങ്കിൽ ആ മാസം മരിച്ചു, ഗുഫിറ ലഹു ദംബുഹു, അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാസത്തിൽ ഒരട്ടം ചൊല്ലിയാൽ തന്നെ അതിനെന്തുണ്ട്? കൂലിയുണ്ട്. അതിൽ ഈ പറഞ്ഞ ഒന്നെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, പല ശ്രേഷ്ഠതകളും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിൻ്റെ നിധി എന്നെടുത്തു പറഞ്ഞിട്ടുള്ള ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലയുടെ ശ്രേഷ്ഠതയായി പറഞ്ഞിട്ടുണ്ട്. ധാരാളമായി ഇത് ചൊല്ലാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ പരലോകത്തെത്തുമ്പോഴാണ് നമ്മൾക്ക് ഇതൊന്നും ചൊല്ലാത്തതിൻ്റെ നഷ്ടം, അല്ലെങ്കിൽ ഇതിലൊക്കെ വീഴ്ച വരുത്തിയതിൻ്റെ നഷ്ടം, ഒരുപാട് ചൊല്ലാമായിരുന്നു എന്ന് നമുക്ക് അപ്പോഴാണ് ബോധ്യപ്പെടുക. നമുക്ക് നമ്മളെ നന്മയും തിന്മയും, ഒരു നന്മയുടെ കുറവ് കൊണ്ട് നമ്മുടെ തിന്മയുടെ ഭാഗം കനം തൂങ്ങിയാൽ നമ്മൾ നരകത്ത് പോകും അല്ലേ? അപ്പോൾ ഒരു സുബ്ഹാനല്ലാഹ് ഏറെ ചൊല്ലിയിരുന്നെങ്കിൽ എന്താണ്? അൽഹംദുലില്ലാ തംല ഉൽ മീസാൻ എന്നാണ്, മീസാനെ നിറക്കുന്നാണ്. അപ്പോൾ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ അത് ആ ഒരു അൽഹംദുലില്ലാ കൊണ്ട് നമുക്ക് സ്വർഗം നേടാമായിരുന്നു. ഒരു സുബ്ഹാനല്ലാഹയുടെ കുറവ് കൊണ്ട് നമുക്ക് സ്വർഗം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ നഷ്ടമായിരിക്കും. അതാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഇദൻ കശഫൽ ഗീതാഉ ലിന്നാസി യൗമൽ ഖിയാമ അൻ സവാബി അഅമാലിഹിം ലം യറു അമലൻ അഫ്ദല സവാബൻ മിന ദിക്ർ. നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അവർ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾക്ക് കൂലി കിട്ടുന്നത് അവർ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുമെന്ന് എന്താണ്? ദിക്റുള്ള കയ്യിൽ. ഈ ദിക്റുള്ള പ്രത്യേകത എല്ലാ ഇബാദത്തിലും ഇത് ഉണ്ടാകും അല്ലേ? നമ്മൾ നിസ്കരിക്കുമ്പോൾ എന്ത് വേണം? ദിക്റുള്ള വേണം. അള്ളാഹനെ സ്മരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഓർത്തിട്ടാണത് ചെയ്യാം. ഫയതഹസ്സറു ഇൻദ ദാലിക അഖ്വാമുൻ ഫയഖൂലൂൻ, ആ സമയത്ത് ചില ആളുകൾ അവർക്ക് നഷ്ടബോധം ഉണ്ടാകുക. അപ്പോഴായിരിക്കും അവർ പറയും, മാ കാന ഷൈഉൻ ഐസറ അലൈന മിന ദിക്ർ, നമ്മൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഇബാദത്ത് ദിക്റായിരുന്നു, എളുപ്പമുള്ള ദിക്റായിരുന്നു, പക്ഷേ ഏറ്റവും കൂലി കിട്ടുന്നത് തന്നെയാണ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, നമ്മൾ രോഗിയായിട്ട് കിടക്കുകയാണ്, നമുക്കൊരു പണിക്കും പോകാൻ പറ്റുന്നില്ല, ശരീരം തളർന്ന് കിടക്കുകയാണ്, പക്ഷെ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന, ചെയ്യാൻ പറ്റുന്ന ഒരു ഇബാദത്താണ് ദിക്റുള്ള. ആ കിടത്തത്തിലും ചൊല്ലാം. പക്ഷേ ഇതിനൊരു തൗഫീഖ് വേണം. ആ തൗഫീഖിൻ്റെ കുറവ് നമ്മൾക്കുണ്ടോ എന്ന് പരിശോധിക്കുക. നമ്മൾ ശ്രേഷ്ഠതയുണ്ട്, ഏറെ ശ്രേഷ്ഠതയുണ്ട് എന്ന് മനസ്സിലാക്കിയ പല അദ്കാറുകളുമുണ്ട്. അദ്കാറിൻ്റെ ആപ്പ് നമ്മൾക്ക് ലഭ്യമാണ്. വളരെ നമുക്ക് ധൈര്യത്തിൽ അവലംബിക്കാൻ പറ്റുന്ന, നമ്മളിങ്ങനെ ഇറക്കുന്ന, നമ്മളെ അഹ്ലുസുന്നയിൽപ്പെട്ട സലഫികൾ ഇറക്കുന്ന ആപ്പുകളുണ്ട്. അതില്ലാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അത് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കണം. അതിൽ നമ്മൾ താല്പര്യം കാണിച്ച് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന റിസ്ക് ഉണ്ടാവുള്ളൂ, അവർ ചൊല്ലേണ്ട കൂലി കിട്ടും. പ്രായമുള്ള ആളുകളുടെ അടുത്തൊക്കെ മൊബൈൽ ഉണ്ടാവും, ഒരാവശ്യമില്ലാത്ത പലതും
കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ദിക്റിൻ്റെ ആപ്പ് കയറ്റി കൊടുക്കുക. നിങ്ങളുടെ കയ്യിലതുണ്ടോ എന്ന് ചോദിക്കുക. എല്ലാ വൈകുന്നേരവും രാവിലെയും ഉറങ്ങാൻ കിടക്കുമ്പോഴും ചൊല്ലാനുള്ള ദിക്റ് നോക്കി ചൊല്ലിക്കോട്ടെ. എല്ലാവർക്കും എല്ലാ സമയത്തും പുസ്തകം കയ്യിലിട്ട് കിടക്കാൻ കഴിയില്ല. എന്തൊരു സൗകര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ദിക്റുള്ളയുടെ കാര്യത്തിൽ ഞാനും നിങ്ങളും ഏറെ ശ്രദ്ധ കൊടുക്കണം. ഏറെ പുണ്യം കിട്ടുന്ന കാര്യമാണ്. നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ നേരത്തെ ആദ്യം പറഞ്ഞ ഹദീസ് എന്താണ്? ഒരു ആദമിൻ്റെ പുത്രൻ ചെയ്യുന്ന അമലുകളിൽ അവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു അമലില്ല ദിക്റുള്ളയേക്കാൾ വലുതായിട്ട്. നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഇബാദത്താണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ദിക്റുള്ള, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്നുള്ളത്. അതിൽ നമുക്ക് മടുപ്പുണ്ടാകാൻ പാടില്ല, മടുപ്പ് വരാൻ പാടില്ല. നമ്മുടെ ഹൃദയം ശുദ്ധമാണ് എന്നതിൻ്റെ ഒരു അടയാളമായി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, നമ്മൾ റബ്ബിനെ എത്രത്തോളം ഓർക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ പെട്ടതാണ് ഈ ഇൽമിൻ്റെ മജ്ലിസ്, അള്ളാഹുവിൻ്റെ ദിക്റാൻ. ഇവിടെ നമ്മൾ പറഞ്ഞൊക്കെ അള്ളാഹ്, റസൂൽ, അള്ളാഹുവിൻ്റെ ദീൻ ഒക്കെയാണ്. വേറെ ഒന്നും നമ്മൾ വേറൊരു നാട്ടുവർത്താനോ ദുനിയാവായിട്ട് ബന്ധപ്പെട്ട ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അത്തരം സദസ്സുകളിൽ പങ്കെടുക്കാൻ നമുക്ക് മടുപ്പുണ്ടാകരുത്. കാരണം ദിക്റുള്ളയാണ്, മടുപ്പുണ്ടാകരുത്. ഈ ഞായറാഴ്ചത്തെ ക്ലാസ് ആണെങ്കിൽ നമ്മൾക്ക് പറ്റുന്ന ക്ലാസ്സുകൾ അതിന് നമ്മൾ സമയം മാറ്റി വെക്കണം. ഈ സമയത്ത് നമുക്ക് പലതും ചെയ്യായിരുന്നു, പക്ഷേ ഇതിനെപ്പോലത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നിപ്പോൾ ക്ലാസ്സിന് വരാത്ത പല ആളുകളും ചെയ്ത കാരണം പല കാര്യങ്ങളും ഉണ്ടാകും, പക്ഷേ ഇതിനോളം വരുന്ന അമൽ നമുക്ക് വേറെ ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. അപ്പോൾ ഈ അവസരം, നമ്മുടെ പഠനം എന്നൊക്കെ പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് അള്ളാഹിൻ്റെ ദീൻ നമ്മൾ ശരിക്കും ഒന്ന് കേൾക്കണത്. സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആളുകൾ ഉണ്ടാവും കൂട്ടത്തിൽ, അള്ളാഹു തൗഫീഖ് ചെയ്യാട്ടെ. ഇത് നമ്മൾ മുടക്കരുത്. ആര് നിർത്തിയാലും ഞാൻ നിർത്തൂല എന്ന് തീരുമാനിക്കും. എന്തുകൊണ്ട്? ഇതിൻ്റെ ഗുണം എനിക്കുണ്ടാക്കണം, എനിക്കാണ് അതിൻ്റെ ഗുണമുള്ളത്. ഞാനൊരു ഇൽമ ഏറെ പഠിച്ചു. ഈ പഠിച്ചതൊക്കെ നമ്മൾ വീട്ടിൽ പോയിട്ട് പറയണം, വീട്ടുകാരോട് പറയണം, വീട്ടിൽ വയസ്സായിട്ടുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കണം. ഒരു മടിയും കാണിക്കരുത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലയെക്കുറിച്ച് ഇന്ന് വീട്ടിൽ ആരും പറയാതിരിക്കരുത്. നോക്ക്, നിങ്ങൾ ജീവിതത്തിൽ പകർത്തി. ചിലപ്പോൾ നമ്മൾ എത്ര ചൊല്ലുണ്ടാവും, നമ്മൾ പറഞ്ഞു കൊടുത്താൽ ഒരുപാട് ചൊല്ലുണ്ടാവും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അയാളങ്ങനെ ചൊല്ലുണ്ടാവും, നമ്മളായിരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാക്കുക. നമ്മൾ പറഞ്ഞതായിരിക്കും അയാൾക്ക് ക്ലിക്കായിട്ടുണ്ടാക്കുക. അതിനുശേഷം അയാൾ ഉപേക്ഷിക്കുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഉപേക്ഷിക്കും, പക്ഷേ അയാൾ ഉപേക്ഷിക്കില്ല. പക്ഷേ അതിൻ്റെ കൂലി നമുക്ക് കിട്ടും. അതാണ് ദീനുമായി ബന്ധപ്പെട്ട ഇൽമ് നമ്മൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഗുണം. നമ്മൾക്ക് ചിലപ്പോൾ അത്ര ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ, നമ്മൾ അറിയിച്ചു കൊടുത്താൽ, നമ്മളെക്കാൾ ശ്രദ്ധിച്ച് കൂടുതലായി ചെയ്യുന്നുണ്ടാകും. അതാണ് ഇതിൻ്റെ ശ്രേഷ്ഠത. ഇതുമായി ബന്ധപ്പെട്ട്, ഈ ഇൽമ് പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ അത് ചെയ്യണോ, അതിൽ കൂടണോ, നമ്മൾ സംശയിച്ച് നിൽക്കരുത്. കാരണം വലിയൊരു അവസരമാണ്. വലിയ അവസരം എന്ന് പറഞ്ഞാൽ ചെറിയ അവസരം എന്നല്ല, വലിയ അവസരമാണ്. നമ്മളിത് സംഘടിപ്പിക്കുമ്പോൾ ഇതിൽ 10 ആൾ വന്നു, ഞാൻ 5 ആളായാലും എണ്ണം കുറഞ്ഞാലും ആ 5 ആളത് പഠിച്ചു, അതിൻ്റെ ഒരു ഓഹരി നമ്മൾക്കുണ്ടാകും. അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തതാരാണ്? ആ സൗകര്യം ചെയ്തു കൊടുത്ത ആൾക്കുണ്ടാവും. അത് എത്രത്തോളം നമ്മൾക്കതിൽ പങ്കാളിയാകാൻ പറ്റി. നമ്മളൊരു സുഹൃത്തിനെ കൊണ്ടുവന്നു, സുബ്ഹാനല്ലാഹ്, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വിളിച്ചാൽ വരുന്ന പലയിടത്തേക്കും നമ്മൾ വിളിക്കുന്നതാണ്. ചിലപ്പോൾ കളിക്കാൻ വിളിക്കുന്ന സുഹൃത്തുക്കളുണ്ടാവും. ഇങ്ങനത്തെ കാര്യത്തിലൊന്നും വിളിക്കും. നമ്മളൊന്ന് വിളിച്ചു നോക്ക്. ആളെ കൂട്ടാൻ, ആളെ വർദ്ധിപ്പിക്കാൻ, നമ്മളെ സംഘത്തിൽ അതൊന്നുമല്ല. അള്ളാഹിൻ്റെ ദീൻ, ഞാൻ ഒരു ഖൈറ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി. എന്നതിൻ്റെ അർത്ഥം, ഒരാളുടെ ഈമാൻ പൂർത്തിയാവുകയില്ല അവൻ എന്തൊക്കെ ഖൈർ സ്വന്തത്തിന് ആഗ്രഹിക്കുന്നത് അതെൻ്റെ സഹോദരനും ആഗ്രഹിക്കുന്നത് വരെ. അതിൽ പ്രധാനമായി ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? ദീനിയായ കാര്യങ്ങളാണ്. എനിക്ക് ക്ലാസ്സിന് വരാൻ പറ്റുന്നുണ്ട്, അതെൻ്റെ സഹോദരന് കൂടി വരാൻ സാധിച്ചിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ വിളിക്കണം. ഇഖ്ലാസോടുകൂടി നമ്മൾ വേറൊരു ഉദ്ദേശത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ക്ഷണിക്കാം. അവൻ വന്നിരുന്ന് പഠിച്ചു, അതിൽ നിൽക്കൂല. ചിലപ്പോൾ ആ ഒരു ക്ലാസ്സായിരിക്കും അവൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുക. ചിലപ്പോൾ അവൻ നല്ലൊരു താലിബായി മാറാൻ പരിശ്രമിക്കും, അല്ലെങ്കിൽ അവൻ്റെ മക്കളെ പഠിപ്പിക്കാൻ ശ്രമിക്കും. അതിനൊക്കെ കാരണം നമ്മൾ വിളിച്ചു കൊണ്ടുവന്നൊരു ദർസായിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കി ബുദ്ധിപരമായി എനിക്ക് പരലോകത്ത് കുറഞ്ഞ കാലയളവിൽ നമ്മൾക്ക് അള്ളാഹു അനുവദിച്ച ഈ ജീവിത ആയുസ്സിൽ കുറഞ്ഞ കാലയളവിൽ കൂടുതൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിൽ പ്രധാനപ്പെട്ട ഇൽമുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഇൽമ് പഠിക്കുക, പ്രചരിപ്പിക്കുക, പഠിപ്പിച്ചു കൊടുക്കുക, അതിൻ്റെ സൗകര്യം ചെയ്തു കൊടുക്കുക. അതിൻ്റെ കൂലി അതിങ്ങനെ പരമ്പരയായിട്ട് പോകും. ഒരാളെ പഠിപ്പിച്ചു, അയാൾ പഠിച്ചു, അതിൻ്റെയൊക്കെ തുടക്കക്കാരൻ ഞാനാണ്, അതിൻ്റെ സബബ് ഞാനാണ് എങ്കിൽ അതിൻ്റെ കൂലി കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇത് നമ്മൾക്ക് വലിയൊരു അവസരമാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഇതുപോലെയുള്ള കാര്യം, ഇത് മാത്രമല്ല ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ശ്രദ്ധ കൊടുക്കാൻ സാധിക്കണം.
അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പഠിച്ചത് പലതും പഠിച്ചിട്ടുണ്ടാകും, അത് ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനം. അതിന് അള്ളാഹുവിനോട് തൗഫീഖിനെ ചോദിക്കുക. ഏതൊരു കർമ്മവും ചെയ്യണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകണം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. നമുക്ക് അള്ളാഹുവിനെ സഹായിക്കണം. ആ സഹായിക്കണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുള്ളത്? അലാ ദിക്രിക ഉണ്ടോ? അള്ളാഹുവിനെ ഓർക്കണമെങ്കിൽ അള്ളാഹിൻ്റെ സഹായമൊക്കെ ഉണ്ടാകണം. വശുക്രിക, അള്ളാഹ്ക്ക് നന്ദി കാണിക്കണമെങ്കിൽ അള്ളാഹിൻ്റെ സഹായം വേണം. വഹുസ്നി ഇബാദതിക, നന്നായിട്ട് ഇബാദത്ത് ചെയ്യണമെങ്കിൽ അത് അള്ളാഹിനോട് നമ്മൾ ചോദിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗത്തിലേക്ക് എത്തുന്നത് വരെ നമ്മൾക്ക് റെസ്റ്റില്ല, വിശ്രമമില്ല. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും അൽ ഫിർദൗസുൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.